ഹലോ എവരി വൺ, ഐ ആം മിസ്ബാ സലാം, ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവായതുകൊണ്ടോ പ്രൊഡക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്നുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ എക്സ്ക്ലൂസിവിറ്റി നിലനിർത്താൻ വേണ്ടിയൊക്കെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കാൻ വേണ്ടി കമ്പനികൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് മാർക്കറ്റിംഗ്. ടാറ്റ നാനോയ്ക്ക് വേണ്ടി ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. നാനോയുടെ ഡിമാൻഡ് നാൾക്ക് നാൾ കൂടി വരികയും സപ്ലൈ കുറയുകയും ചെയ്തപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയോ? നാനോയുടെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് കമ്പനിയുടെ മറ്റ് കാറുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. മാർക്കറ്റിംഗ് ചെയ്ത മറ്റൊരു ബ്രാൻഡ് നിർമ്മയാണ്. നിർമ്മ വാഷിംഗ് പൗഡർ നല്ല രീതിയിൽ മുഴുവൻ സ്റ്റോക്കും വിറ്റുപോയിട്ടും കടക്കാർ കൃത്യമായിട്ട് കാശ് കൊടുക്കാതിരുന്നപ്പോൾ കമ്പനി വലിയ പ്രതിസന്ധിയിലായി. അതിനെങ്ങനെയാണ് അവർ മറികടന്നതെന്നറിയോ? മാർക്കറ്റിൽ നിന്ന് അവരുടെ മുഴുവൻ സ്റ്റോക്കും ക്ലിയർ ചെയ്തു. എന്നിട്ടാണ് അവരുടെ ചരിത്രം സൃഷ്ടിച്ച ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ടി വിയിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാഷിംഗ് പൗഡർ നിർമ്മ പരസ്യം വൻ ഹിറ്റായി. ആളുകൾ കടകളിൽ നിർമ്മ ആവശ്യപ്പെട്ടു വന്നു തുടങ്ങി. എന്നാൽ കൊടുക്കാൻ സാധനമില്ല. ഒടുവിൽ സ്റ്റോക്ക് കിട്ടുന്നതിന് വേണ്ടി പണം മുൻകൂട്ടി നൽകി കടക്കാർ സാധനം എടുത്തു വെക്കാൻ തയ്യാറായി. സ്റ്റോക്ക് ഔട്ടേജ് മാർക്കറ്റിംഗ് എന്നാണ് ഈ ഒരു കാര്യത്തിന് പറയുന്നത്. ഇനി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏതായാലും മാർക്കറ്റിംഗ് ഒരു പുതിയ കാര്യമൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പേ പല കമ്പനികളും പരീക്ഷിച്ച് വിജയിച്ച ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്.